ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ ഹിസ്റ്ററിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ SSCയുടെയും RRBയുടെയും പരീക്ഷയിലെ ചോദ്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ചില ഡൈനാസ്റ്റികളെ പറ്റി സർഫസ് ലെവൽ ചോദ്യങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് നമ്മൾ അത്ര കേട്ടുകേൾവിയില്ലാത്ത, അത്ര പരിചയമില്ലാത്ത ഡൈനാസ്റ്റികളാണ്. മൗക്കാരി ഡൈനാസ്റ്റി അല്ലെങ്കിൽ പുഷ്യഭൂതീസ്, അവരെ പറ്റി നമ്മൾ വീണ്ടും പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മൈത്രക ഡൈനാസ്റ്റി. ഇതൊക്കെ ഏത് ഡൈനാസ്റ്റികൾ, ഇതൊക്കെ ഏത് കാലഘട്ടത്തിൽ ഏത് ഭാഗത്ത് ഭരിച്ചിരുന്നവരാണ് എന്നൊരു സംശയം നമുക്ക് വരാം. അവരെ പറ്റി വീണ്ടും ചോദ്യങ്ങൾ വരുമ്പോൾ അവരെ പറ്റി നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. അപ്പോൾ അവരെ പറ്റി ചില ഇൻഡെപ്ത് ചോദ്യങ്ങൾ വരാറുണ്ട് എന്ന് പറയുമ്പോൾ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഫാക്ടുകൾ ഇത്തവണത്തെ NTPC പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. അത് സ്കിപ്പ് ചെയ്യുക എന്നല്ലാതെ നമുക്ക് വേറൊരു മാർഗ്ഗമില്ല. പക്ഷെ അവരെ പറ്റി ചോദിക്കുന്ന സർഫസ് ലെവൽ ചോദ്യങ്ങൾ, ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കാം. വീഡിയോയുടെ ടൈറ്റിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, മേജർ പോസ്റ്റ് ഗുപ്ത ഡൈനാസ്റ്റീസ്. അതായത് ഗുപ്തന്മാരുടെ കാലഘട്ടത്തിന് ശേഷം നോർത്ത് ഇന്ത്യ കൺട്രോൾ ചെയ്തിരുന്ന ചില ഡൈനാസ്റ്റീസ് ആണ് ഇവർ. അപ്പോൾ ഇവരെ പറ്റി ചോദിക്കാനുള്ളൊരു കാര്യം ഞാൻ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒരു വർഷത്തെ SSCയുടെ ആകട്ടെ RRBയുടെ ആകട്ടെ ഡിഗ്രി ലെവൽ പരീക്ഷകൾ എഴുതാൻ പോകുമ്പോഴെങ്കിലും ആ വർഷത്തെ UPSC സിവിൽ സർവീസ് പരീക്ഷയുടെ പ്രിലിംസിന്റെ പേപ്പർ, GS പേപ്പർ നമ്മൾ നോക്കിയിട്ട് വേണം പോകാൻ. കാരണം UPSC കൊണ്ടുവരുന്ന മാറ്റങ്ങൾ, ചോദിക്കുന്ന ആ ചോദ്യങ്ങൾ SSCയും RRBയും അതേപോലെ ആശയം ഉൾക്കൊള്ളുന്ന ഒരു പ്രവണത ഉണ്ട്. നമ്മൾ തെളിവ് സഹിതം ക്ലാസ്സിൽ കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതേ കാര്യം വീണ്ടും പ്രൂവ് ചെയ്യപ്പെടുകയാണ്. നിങ്ങൾ നോക്കുക, ഇത് UPSC സിവിൽ സർവീസ് പരീക്ഷയുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. അതായത് ഗുപ്തന്മാരുടെ കാലഘട്ടത്തിന് ശേഷം, ആഫ്റ്റർ ദ ഡിക്ലൈൻ ഓഫ് ഗുപ്താസ്, ഹർഷവർദ്ധൻ എന്ന് പറയുന്ന വർദ്ധന അല്ലെങ്കിൽ പുഷ്യഭൂതി ഡൈനാസ്റ്റിയിലെ രാജാവിന്റെ കാലഘട്ടത്തിന് മുൻപ് നോർത്ത് ഇന്ത്യയെ കൺട്രോൾ ചെയ്തിരുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ കിങ്ഡംസ് ആണ്? അപ്പൊ ആ പേരൊക്കെ നിങ്ങൾ നോക്കി. ഗുപ്താസ് ഓഫ് മഗധ ലേറ്റർ ഗുപ്ത, പർമാർ ഡൈനാസ്റ്റി ഒരു രജ്പുത് ഡൈനാസ്റ്റിയാണ്. പുഷ്യഭൂതീസ് ഓഫ് താനേസർ, മൗക്കാരീസ് ഓഫ് കനൗജ്, യാദവാസ് ഓഫ് ദേവഗിരി, മൈത്രകാസ് ഓഫ് വല്ലവി. അതായത് നമ്മളോട് ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കൊണ്ടിരിക്കുന്ന മൈത്രകന്മാര്, മൗക്കാരീസ്, പുഷ്യഭൂതീസ്, ഇതെല്ലാം ഈ ചോദ്യത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാവുന്നവരൊന്ന് മാർക്ക് ചെയ്യുക. ഞാൻ ഈ പരീക്ഷ എഴുതിയ സമയത്ത് ഈ ചോദ്യം കണ്ടപ്പോൾ ഉത്തരം കിട്ടുമെന്ന് വിചാരിച്ച് അറ്റംപ്റ്റ് ചെയ്ത് നോക്കിയാണ്. ഹിസ്റ്ററിയാണ് നമ്മുടെ ഫേവറേറ്റ് ഏരിയയാണ്. പക്ഷേ ഇവരെ പറ്റി കുറച്ച് അറിയാമെന്നല്ലാതെ ഇൻഡെപ്ത് ആയിട്ട് ഇവരുടെ ടൈം ലൈനും കാര്യങ്ങളൊക്കെ അറിയാത്തതുകൊണ്ട് എനിക്ക് ആ ചോദ്യം സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. ഞാൻ അന്വേഷിച്ചപ്പോൾ എൻ്റെ ഷിഫ്റ്റിലുള്ളവരും ചോദ്യം സ്കിപ്പ് ചെയ്തു. അപ്പൊ അതൊരു കാര്യമാണ്. ചില സമയത്ത് നമുക്ക് ചില ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ടി വരും. അത് ഓർത്തിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഉത്തരം അറിയാമെങ്കിൽ പറയുക. നമുക്ക് ഈ ഡൈനാസ്റ്റികളെ പറ്റി കാണാം. അപ്പൊ ഗുപ്തന്മാരുടെ കാലഘട്ടത്തിന് ശേഷം എന്നാ പറയുന്നത്. ഗുപ്തന്മാരുടെ കാലഘട്ടം നമുക്കറിയാം ഗോൾഡൻ ഏജ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ചരിത്രത്തിലെ സുവർണ്ണ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. അതായത് 3-ാം നൂറ്റാണ്ട് മുതൽ 6-ാം നൂറ്റാണ്ട് വരെ AD കാലഘട്ടമാണ് കേട്ടോ. കോമൺ എറ CE കാലഘട്ടമാണ്. ഇന്ത്യയുടെ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയെ ഭരിച്ചിരുന്നവരായിരുന്നു ഗുപ്തന്മാർ. അതായത് മൗര്യന്മാർക്ക് ഉണ്ടായിരുന്ന, അശോകന്റെ സമയത്ത് ഉണ്ടായിരുന്ന അത്ര വലിയ വിസ്തൃതി ടെറിട്ടറി ഇവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ്. ഓക്കെ, ആ ഒരു രീതിയിലേക്ക് ഇവർ വളർന്നിരുന്നില്ല. എന്നാൽ നോർത്ത് ഇന്ത്യ ആയിരുന്നു ഇവർ പ്രധാനമായിട്ടും കൺട്രോൾ ചെയ്തിരുന്നത്. ഗുപ്തന്മാരെ പറ്റി പഠിക്കുമ്പോൾ നമുക്കറിയാം, ശ്രീഗുപ്തനിൽ തുടങ്ങി ഘടോൽഗജനിൽ തുടങ്ങി പോയി വിഷ്ണുഗുപ്തനിൽ വരെ പോകുന്ന ഡൈനാസ്റ്റിയെ പറ്റി നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാർ ചന്ദ്രഗുപ്ത ഒന്നാമൻ, മകൻ സമുദ്രഗുപ്തൻ, മകൻ ചന്ദ്രഗുപ്ത രണ്ടാമൻ, മകൻ കുമാരഗുപ്തൻ. ഇവരൊക്കെയാണ് പ്രധാനമായിട്ടും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്ന ഗുപ്തന്മാർ. ഇവരെ പറ്റി നമ്മൾ ചോദിക്കാവുന്നതെല്ലാം പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാവുന്നുള്ള കാര്യം നിങ്ങൾ കമൻ്റായിട്ട് പറയുക. ഇനി ഒരു ഹോംവർക്കും കൂടെ തന്നിട്ട് ഞാൻ ക്ലാസ്സിലേക്ക് പോവാം. ഏതായിരുന്നു ഗുപ്തന്മാരുടെ ക്യാപിറ്റൽ? പ്രധാനപ്പെട്ട ക്യാപിറ്റൽ ഏതായിരുന്നു? എന്തായിരുന്നു അവരുടെ റിലീജിയൻ? അപ്പൊ അത് എടുത്തു പറയണം നിങ്ങൾ. ഹിന്ദുയിസം എന്ന് പറഞ്ഞാൽ പോരാ, അതിനകത്ത് ഏത് സെക്റ്റിനെയാണ് അവർ പ്രൊമോട്ട് ചെയ്തിരുന്നത്? ഗുപ്തന്മാരുടെ ഒഫീഷ്യൽ സിമ്പലൊക്കെ വെച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു അവരുടെ ഒഫീഷ്യൽ റിലീജിയൻ? എന്തായിരുന്നു അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ്? യെസ്, ഇതൊക്കെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് കേട്ടോ. അടുത്തത്, ഈ ഗുപ്തന്മാരിൽ ഒരു ഗുപ്ത രാജാവ് സ്വീകരിച്ച പേരാണ് വിക്രമാദിത്യൻ. ആരായിരുന്നു മൂപ്പരുടെ കൊട്ടാരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത് പല മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച 9 പേര് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ നവരത്നങ്ങളായിട്ടുണ്ടായിരുന്നു. നമ്മുടെ അക്ബർ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ കാണുന്ന സാധനം നമുക്കിവിടെ ഏൻഷ്യൻ ഇന്ത്യയിൽ കാണാൻ സാധിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ കാളിദാസൻ. അപ്പൊ ആരാണ് അദ്ദേഹം? പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നവരത്നം ആരാണെന്ന് പറയുക. കാളിദാസൻ ഞാൻ പറഞ്ഞുകൊണ്ട് അത് തന്നെ പറയരുത്. 9 പേരുടെ കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ വിക്രമാദിത്യ വേതാള കഥകളിലേക്ക് തുടക്കം ഈ നവരത്നങ്ങളിലെ ഒരു നവരത്നത്തിൽ നിന്നുമാണ്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നവരത്നം, മൂപ്പരുടെ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ, ഒരു ചോദ്യത്തിന് പൊട്ടൻഷ്യൽ ഉള്ള ചങ്ങാതിനെ പറ്റി വേണോട്ടോ പറയാൻ കേട്ടോ. യെസ്, നമ്മുടെ പറയിപ്പറ്റ പന്തിരുകൊലൊക്കെ ആയിട്ട് ഇവർക്ക് ബന്ധമുണ്ട്. അതേപോലെ ഈ പറയുന്ന ഗുപ്തന്മാരിൽ ഒരാളാണ് നെപ്പോളിയൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ കീഴ്പ്പെടാത്ത ടെറിട്ടറി വലുതാക്കിയ ഒരു രാജാവാണ് നെപ്പോളിയൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ടിരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഗുപ്തന്മാരെ പറ്റി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഏകദേശം 6-ാം നൂറ്റാണ്ടിൽ ഗുപ്തന്മാർ ഇല്ലാതെ ആയതിനു ശേഷം പിന്നീട് ഇതേ നോർത്ത് ഇന്ത്യയെ
ഡോമിനേറ്റ് ചെയ്ത ഒരു രാജവംശമുണ്ട്. പോസ്റ്റ് ഗുപ്ത കാലഘട്ടം, ഗുപ്തന്മാരുടെ കാലഘട്ടത്തിന് ശേഷം വന്ന പോസ്റ്റ് ഗുപ്ത കാലഘട്ടം. ആ ഗുപ്ത കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡൈനാസ്റ്റിയാണ് പുഷ്യഭൂതി ഡൈനാസ്റ്റി അല്ലെങ്കിൽ വർധന ഡൈനാസ്റ്റി. ഈ വർധന ഡൈനാസ്റ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവാണ് ഹർഷവർധന. ഗുപ്തന്മാരുടെ അത്ര ടെറിട്ടറി ഇല്ലെങ്കിൽ കൂടെ ഇവരുടെ ഒരു ഏരിയ നമുക്ക് മനസ്സിലാകും, പുഷ്യഭൂതി ഡൈനാസ്റ്റി. അപ്പോൾ ഈ ഗുപ്തന്മാർക്ക് ശേഷം പുഷ്യഭൂതിക്ക് മുന്നേ ഈ ഭാഗം കൺട്രോൾ ചെയ്തിരുന്ന കുറെ പേര് പ്രതിഹാരാസ്, മൈത്രകാസ്, കാലചൂരീസ്. ഇപ്പൊ നമുക്ക് ചോദ്യങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും അല്ലെ. അതിൽ ഓരോ ഡൈനാസ്റ്റിയെ പറ്റിയും നമുക്ക് ബ്രീഫ്ലി കാണാം. അപ്പൊ ആദ്യം തന്നെ മനസ്സിലാക്കുക, ഗുപ്തന്മാരെന്ന് പറയുന്ന ആ ഒരു വലിയ ഏരിയ ഇല്ലാതെ ആയതിനു ശേഷം ലേറ്റർ ഗുപ്താസ് താൽക്കാലികമായിട്ട് മഗധ ഭാഗം അവർ കൺട്രോൾ ചെയ്തിരുന്നു. അവരാണ് ഗുപ്താസ് ഓഫ് മഗധ എന്നറിയപ്പെടുന്നത്. പ്രധാനപ്പെട്ട ഗുപ്തന്മാരെ ഇമ്പീരിയൽ ഗുപ്ത എന്ന് പറയുന്നത്. ഇമ്പീരിയലിസം എന്ന് പറയുമ്പോൾ സാമ്രാജ്യത്വം എന്നാണ്, സാമ്രാജ്യം വളർത്തിയെടുത്ത ഗുപ്തന്മാർ. ഇത് ലേറ്റർ ഗുപ്താസ്. ലേറ്റർ ഗുപ്താസ് എന്നോ അല്ലെങ്കിൽ ഗുപ്താസ് ഓഫ് മഗധ എന്നോ ഇവരെ വിളിക്കാം. അപ്പൊ മഗധ ഭാഗം, ബീഹാർ ഭാഗം, മാൽവ ഭാഗം, ആ ഒരു മധ്യപ്രദേശ് ഭാഗം 6-ാം നൂറ്റാണ്ട് മുതൽ 8-ാം നൂറ്റാണ്ട് വരെ ഭരിച്ചുകൊണ്ടിരുന്നവരാണ് ഇവരെ പറ്റി പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ, കുറച്ച് മൈനറായിട്ടുള്ള ഇൻഫർമേഷൻ ആണ്, അതുകൊണ്ട് നമ്മൾ ക്ലാസ്സിൽ കാണാറില്ല. ശ്രദ്ധിക്കുക. 1, അഫ്സദ് ഇൻസ്ക്രിപ്ഷൻ ഓഫ് ആദിത്യസേന. ബീഹാറിൽ നിന്ന് കിട്ടിയ ഒരു ഇൻസ്ക്രിപ്ഷൻ ആണ് അഫ്സദ് ഇൻസ്ക്രിപ്ഷൻ. ഏത് രാജാവാണ്? ലേറ്റർ ഗുപ്തയിലെ ഒരു പ്രധാനപ്പെട്ട രാജാവായിട്ടുള്ള ആദിത്യസേനൻ. അപ്പൊ ഈ ഇൻസ്ക്രിപ്ഷൻ എവിടെ നിന്ന് കിട്ടി, ആരെ പറ്റിയാണെന്ന് ചോദിക്കാം, ഏത് രാജാവാണെന്ന് ചോദിക്കാം. 2, ശ്രദ്ധിക്കണേ, ദിയോ ബറാനാക് ഇൻസ്ക്രിപ്ഷൻ ഓഫ് ജീവിതഗുപ്ത 2. ഈ ദിയോ ബറാനാക്ക് ഒന്നും അത്ര തീരെ പ്രാധാന്യമില്ലാത്ത ഇൻസ്ക്രിപ്ഷൻ ആണ്. അത് കൊടുത്ത രാജാവ് ജീവിതഗുപ്ത 2-മൻ, അതും ബീഹാറിൽ നിന്നുമാണ്. ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ലേറ്റർ ഗുപ്താസിനെ പറ്റി പറയാനായിട്ട് കിട്ടുന്നത്. പിന്നെ നമ്മൾ പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന, നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്, നമുക്കറിയാം ഹർഷവർദ്ധനന്റെ കോർട്ട് പോയിട്ടായിരുന്ന ബാണഭട്ടൻ. ഈ ബാണഭട്ടൻ ഹർഷനെ പറ്റി എഴുതിയ ഹർഷന്റെ ഒരു ജീവചരിത്രമാണ് എന്ത്? ഹർഷചരിതം. ഹർഷചരിതത്തിൽ ഇവരെ പറ്റി പരാമർശിക്കുന്നുണ്ട്. യെസ്. അതുപോലെ നമുക്കറിയാം ഹുവാൻസാങ് എന്ന് പറയുന്ന ഒരു ചൈനീസ് പിൽഗ്രിം. ഹുവാൻസാങ് നോർത്ത് ഇന്ത്യ വിസിറ്റ് ചെയ്തപ്പോൾ ആരായിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നത് എന്നൊരു ചോദ്യം PYQ വന്നിട്ടുണ്ട്. ഇതേ ഹുവാൻസാങ് സൗത്ത് ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്, ഹുവാൻസാങ് സൗത്ത് ഇന്ത്യ വിസിറ്റ് ചെയ്തപ്പോൾ ഏത് ഡൈനാസ്റ്റി ആയിരുന്നു ഭരിച്ചിരുന്നത്? ഈ 2 ചോദ്യത്തിന് ഉത്തരം പറയുക. അപ്പൊ ചൈനീസ് പിൽഗ്രിം ആയിരുന്ന ഈ ഹുവാൻസാങ് അല്ലെങ്കിൽ ജുവാൻസാങ്ങിന്റെ റെക്കോർഡ്സിലും ലേറ്റർ ഗുപ്താസിനെ പറ്റി പറയുന്നുണ്ട്. എന്തായിരുന്നു ഇവരുടെ ക്യാപിറ്റൽ? നേരത്തെ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറയുകയാണ്. ഗുപ്തന്മാരുടെ ക്യാപിറ്റലായിരുന്ന പാടലീപുത്രം തന്നെയായിരുന്നു ഇവരുടെ ക്യാപിറ്റൽ. ഇന്നത്തെ ബീഹാറിലെ പാട്ന, ബീഹാറിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള പാട്ന തന്നെയായിരുന്നു ഇവരുടെ ക്യാപിറ്റൽ. ഇവരുടെ എല്ലാ റൂളേഴ്സിനെയും ഓർത്തിരിക്കാൻ പറ്റില്ല. 2 പേരുടെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു, ആദിത്യസേനനും ജീവിതഗുപ്തയും. ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള പേര് ഫൗണ്ടർ ഓഫ് ലേറ്റർ ഗുപ്ത എന്നാണ്. അത്ര പ്രധാനപ്പെട്ട ചങ്ങാതിയല്ല. ഗുപ്തന്മാരുടെ അവസാനത്തെ രാജാവ് നമുക്കറിയാം വിഷ്ണുഗുപ്തനാണ്. ഈ വിഷ്ണുവിന്റെ അവതാരങ്ങളിൽ ഒന്നാണ് കൃഷ്ണൻ. അപ്പോൾ ഓർത്താ മതി, ലേറ്റർ ഗുപ്ത എന്ന് പറയുന്നത് ഗുപ്തന്മാരിൽ നിന്ന് വന്നു, വിഷ്ണുഗുപ്തനിൽ നിന്ന് വന്നു കൃഷ്ണഗുപ്ത. അങ്ങനെ ഓർത്താ മതി കേട്ടോ, ഫൗണ്ടർ കൃഷ്ണഗുപ്ത. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് കൃഷ്ണഗുപ്തൻ ആരംഭിച്ച ഈ ഒരു ലേറ്റർ ഗുപ്ത എന്ന് പറയുന്നത് കൂടുതലും ദേവേർ ഷൈവൈറ്റ്സ്. ഹിന്ദുയിസത്തിൽ തന്നെ ശൈവിസം ഫോളോ ചെയ്തിരുന്നവരായിരുന്നു. നമ്മൾ ഭക്തി മൂവ്മെന്റിന്റെ സമയത്ത് അൽവാർ നായനാർ എന്നൊരു കോൺസെപ്റ്റ് സൗത്ത് ഇന്ത്യയിൽ പഠിക്കലേ. കാരണം ഗുപ്തന്മാരുടെ കാലഘട്ടത്തിൽ, അപ്പോൾ ഒരു ചോദ്യത്തിന്റെ കൂടെ ഉത്തരം ഞാൻ പറയുകയാണ്, അവർ ഹിന്ദുയിസം ആയിരുന്നു ഫോളോ ചെയ്തത്, പെർട്ടിക്കുലർലി വൈഷ്ണവിസം. കാരണം അവരുടെ സിമ്പലിലൊക്കെ വിഷ്ണുവിന്റെ വാഹനമായിട്ടുള്ള ഗരുഡനെ കാണാൻ സാധിക്കും. ഗരുഡഗമന വൃഷഭ വാഹന എന്നൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? ഗരുഡഗമനൻ ആരാണ്? വിഷ്ണുവാണ്. എസ് അല്ലെങ്കിൽ ഹരി എന്നറിയപ്പെടുന്ന കഥാപാത്രം. വൃഷഭം എന്ന് പറയുമ്പോൾ നന്ദി, കാളയുടെ പുറത്ത് സഞ്ചരിക്കുന്ന വ്യക്തി. ഗുപ്തന്മാരുടെ കാലഘട്ടത്തിലെ ഗരുഡനെ റീപ്ലേസ് ചെയ്ത് നന്ദിയെ നമുക്ക് കാണാൻ സാധിച്ചു ഇവിടെ ലേറ്റർ ഗുപ്താസിന്റെ സമയത്ത്. പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്ത രാജാവിന്റെ പേരെന്താണ്? അദ്ദേഹത്തിന്റെ പേര് കൃഷ്ണഗുപ്തൻ എന്നാണ്. ക്ലിയർ? അപ്പൊ വളരെ ചെറിയ ഒരു കൂട്ടരാണ് ലേറ്റർ ഗുപ്താസ്. ആ കാലഘട്ടത്തിൽ പുഷ്യഭൂതീസ് ഉണ്ട്, ആ കാലഘട്ടത്തിൽ മൈത്രകാസ് ഉണ്ട്, ആ കാലഘട്ടത്തിൽ മൗഖാരീസ് ഉണ്ട്. അപ്പൊ ഇവരൊക്കെ അയൽക്കാരാണ്. ക്ലിയർ ആണോ? യെസ്. അപ്പൊ ലേറ്റർ ഗുപ്ത മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പുഷ്യഭൂതീസ് ഓഫ് താനേസറിനെ പറ്റി ബ്രീഫ്ലി പഠിക്കാം. ഈ പുഷ്യഭൂതി എന്ന് ഇത് അറിയപ്പെടാൻ കാരണം ഈ ഡൈനാസ്റ്റിയുടെ സ്ഥാപകൻ എന്ന് പറയുന്ന ചങ്ങാതിയുടെ പേരാണ് പുഷ്യഭൂതി. ഇപ്പൊ രാജാവിന്റെ പേരിൽ അറിയപ്പെടുന്നു. മഗധയിൽ നമ്മൾ ബൃഹദ്രഥ ഡൈനാസ്റ്റിയെ പറ്റി പറഞ്ഞില്ലേ, ശിശുനാഗ ഡൈനാസ്റ്റിയെ പറ്റി പറഞ്ഞില്ല, അതുപോലെ സ്ഥാപകന്റെ പേരിൽ അറിയപ്പെടുന്നു. ഇവരുടെ മറ്റൊരു പേരാണ് വർധന ഡൈനാസ്റ്റി. കാരണം ഈ രാജാക്കന്മാരുടെ ഒക്കെ മിക്കവാറും എല്ലാവരുടെയും പേരിന്റെ അവസാനം വർധന എന്ന് കാണും. ഒരു ഉദാഹരണം പ്രഭാകര വർധന, ഏറ്റവും വലിയ ഉദാഹരണം ഹർഷവർധന. ക്ലിയർ?
ഇവർ ഭരിച്ചിരുന്ന പ്രദേശമാണ് താനേസർ. അപ്പൊ ഏകദേശം 6-ാം നൂറ്റാണ്ട് മുതൽ 7-ാം നൂറ്റാണ്ട് വരെ ആഫ്റ്റർ ഗുപ്താസ് നോർത്ത് ഇന്ത്യ ഭരിച്ച ഏറ്റവും പ്രധാനികളാണ് ആര്? പുഷ്യഭൂതിസ്. ഈ ചെറിയ രീതിയിൽ തുടങ്ങി ഈ ഭാഗം അവര് ഡോമിനേറ്റ് ചെയ്തു. സോ ഇവര് മൗക്കാരീസിന്റെയും മൈത്രകാസിന്റെയും ലേറ്റർ ഗുപ്താസിന്റെയും കണ്ടംപററീസ് ആയിരുന്നു. പിൽക്കാലത്ത് ഇവർ ഈ ഭാഗം മുഴുവൻ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? യെസ്. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട റൂളർ ആരായിരുന്നു? നമുക്കറിയാം, നമ്മൾ പലതവണ കേട്ട പേരാണ് ഹർഷവർദ്ധനൻ. മൂപ്പരുടെ കാലഘട്ടം നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. AD 606 ഭരണത്തിലേക്ക് വരുന്നു. 647 അദ്ദേഹം ഇല്ലാതെയാകുന്നുണ്ട്. കേട്ടോ, മൂപ്പരെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. മൂപ്പര് സൗത്ത് ഇന്ത്യയിലേക്ക് വരുന്നു, ഒരു യുദ്ധം നടത്തുന്നു, നർമ്മദയുടെ തീരത്ത് നടക്കുന്ന യുദ്ധത്തിൽ ആൾ തോൽക്കുന്നുണ്ട്. ആളെ തോൽപ്പിക്കുന്ന രാജാവ് ആരാണെന്ന് അറിയാമെങ്കിൽ പറയുക. കേട്ടോ, യെസ്. അപ്പോൾ 647 അദ്ദേഹം മരിക്കുന്നതോടുകൂടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആ ഡൈനാസ്റ്റി തന്നെ ഇല്ലാതെയാകുന്നു. ഇവർ ഭരിച്ചിരുന്ന സ്ഥലം നമ്മൾ പറഞ്ഞു താനേസർ അല്ലെ. ഇവരുടെ ആദ്യ ക്യാപിറ്റലാണ്, നോട്ട് ചെയ്യുക, സ്ഥാനേശ്വരം എന്ന് പറയുന്നത് ഇന്നത്തെ ഹരിയാനയിലെ താനേസറിന്റെ പഴയ പേരാണ് സ്ഥാനേശ്വരം. ഹർഷന്റെ ക്യാപിറ്റൽ ആയപ്പോഴത്തേക്കും, ഹർഷന്റെ കാലഘട്ടമായപ്പോഴത്തേക്കും സ്ഥാനേശ്വരത്തിൽ നിന്നും കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് അദ്ദേഹം തന്റെ ക്യാപിറ്റൽ മാറ്റി. ഹരിയാനയിൽ നിന്നും ഇത്തിരി മാറി കനൌജ് അല്ലെങ്കിൽ കന്യാകുബ്ജം, ഇന്നത്തെ ഉത്തർപ്രദേശ്. അപ്പോൾ ഹർഷവർദ്ധനന്റെ ക്യാപിറ്റൽ കന്യാകുബ്ജമായിരുന്നു. ഹർഷവർദ്ധനന്റെ ഡൈനാസ്റ്റി ആയിരുന്ന പുഷ്യഭൂതികൾക്ക് 2 ക്യാപിറ്റൽ ഉണ്ടായിരുന്നു. ആദ്യം സ്ഥാനേശ്വരം അല്ലെങ്കിൽ താനേശ്വർ, പിന്നീട് കന്യാകുബ്ജം അല്ലെങ്കിൽ കനൌജ്. ക്ലിയർ ആണേ? യെസ്. ഇവരെ പറ്റി ഏറ്റവും കൂടുതൽ പറയുന്നവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു, ലീഡർ ഗുപ്താസിനെ പറ്റി പറയുന്ന ബാണഭട്ടന്റെ ഹർഷചരിതം തന്നെയാണ് ഇവരെ പറ്റി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടവ. അപ്പൊ ഇവരെ പറ്റി ഇത്രയും കാര്യങ്ങളാണ് യൂഷ്വലി ചോദിക്കാറുള്ളത്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ഒരു ഭാഗത്ത് നിന്ന് ഇവർ വളർന്ന് ഈ കാണുന്ന രീതിയിലേക്ക് എത്തി. അപ്പൊ ഭാഗത്തുള്ള പലരെയും അവർ തോൽപ്പിച്ചു എന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാൻ സാധിക്കും. അവരുടെ ക്യാപിറ്റൽ ആയിരുന്നു സ്ഥാനേശ്വരം. പിൽക്കാലത്ത് അത് കന്യാകുബ്ജം എന്ന് പറയുന്ന രീതിയിലേക്ക് മാറി. ഈ ഭാഗത്താണ് പാടലിപുത്രമൊക്കെ, അതൊക്കെ ഇവരുടെ കീഴിലേക്ക് വന്നു. അപ്പൊ ലേറ്റർ ഗുപ്താസ് ഒക്കെ ഇവരുടെ കീഴിലേക്ക് വന്നു. ഈ കാണുന്ന ചങ്ങാതിയാണ് ഹർഷൻ. കേട്ടോ, ഹർഷവർദ്ധനൻ. യെസ്. ക്ലിയർ ആണോ? ഞാൻ ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്നാലും ഇങ്ങനെ വരുന്നത് കൊണ്ട് ചോദിക്കുകയാണ്. ഹർഷൻ എന്ന് പറയുന്ന വ്യക്തി, ഹി ഹിംസെൽഫ് വാസ് ആൻ ഓതർ. ഒരുപാട് വർക്കുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ 3 പ്രധാനപ്പെട്ട വർക്കുകളുണ്ട്. നമ്മുടെ മറ്റൊരു വീഡിയോയിൽ ഏൻഷ്യൻ ഇന്ത്യൻ ലിറ്ററേച്ചർ ഒരു കോഡിലൂടെ പഠിക്കാം എന്ന് പറയുന്ന ഒരു വീഡിയോയിൽ ഞാൻ അതൊരു കോഡിലൂടെ പറയുന്നുണ്ട്. ഹർഷന് പ്രിയം നാഗരത്നം എന്നൊരു കോഡിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കാണുക. വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഹർഷന് പ്രിയം നാഗരത്നം എന്നുള്ള കോഡിലൂടെ നമ്മൾ പഠിക്കുന്ന 3 വർക്ക്, നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ഹർഷൻ എന്ന് പറയുന്ന വ്യക്തി സംസ്കൃത ഭാഷയിൽ എഴുതിയ 3 വർക്കുകൾ എന്തൊക്കെയാണെന്ന് പറയുക. കേട്ടോ, അറിയാവുന്ന ഉത്തരം മൊത്തം പറഞ്ഞുകൊള്ളുക. യെസ്. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ. നമുക്കറിയാം, ഇനി മുതൽ എല്ലാ വർഷവും റെഗുലർ ആയിട്ട് RRB പരീക്ഷകൾ ഉണ്ടാകുമെന്നൊരു ഉറപ്പ് കേന്ദ്ര ഗവൺമെന്റ് തന്നിട്ടുണ്ട്. ALP പരീക്ഷ വന്നു, ഇനി NTPC വരും, ഗ്രൂപ്പ് D വരും, RPF വരും. അപ്പോൾ നമ്മൾ പുതിയൊരു NTPCയുടെ റെഗുലർ ബാച്ച് ആരംഭിക്കുകയാണ്. റെഗുലർ ഓൺലൈൻ ബാച്ചാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ. ഓഫ്ലൈൻ ബാച്ച് ഇപ്പോൾ ഓൾമോസ്റ്റ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമുക്കുണ്ട്. ഓൺലൈൻ ബാച്ചിന്റെ കാര്യം പറയുന്നത് 4000 രൂപ, 3999 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ മണിക്കൂറുകൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം സൈലമാണ്. അതിൽ യാതൊരു ഡിസ്പ്യൂട്ടും ഇല്ല. അപ്പോൾ 450 മണിക്കൂറിൽ കൂടുതൽ ലൈവ് ക്ലാസ്സുകൾ, അതിൻ്റെ റെക്കോർഡഡ് വെർഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആഴ്ചയിൽ ഒരു 5-6 ദിവസം ക്ലാസ് ഉണ്ടാകും. റിവിഷന് വേണ്ടി 1-2 ദിവസം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓരോ ദിവസവും 2 മുതൽ 4 മണിക്കൂർ വരെ ക്ലാസ് ഉണ്ടാകും. യെസ്. അപ്പോൾ ഈ ഒരു ബാച്ച് ആരംഭിക്കുന്നത് ഈ മാസം ജൂലൈ 16-നാണ്. ഇപ്പം നമ്മുടെ ജെറിൻ മാഷിൻ്റെ നേതൃത്വത്തിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുന്ന ആ ഒരു ഗ്രൂപ്പ്, നിങ്ങൾ ഇത്രയും കാലം പഠിപ്പിച്ചു വന്ന ആ ഒരു ഗ്രൂപ്പ് തന്നെയായിരിക്കും നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു NTPC ബാച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഓൺലൈൻ ബാച്ചാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്ന ഒരു ബാച്ചാണ്. അങ്ങനെയാണെങ്കിൽ സൈലത്തിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് അവിടെ നിന്ന് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. കേട്ടോ, രണ്ടാമത്തെ ഒരു കാര്യം, ഇക്കഴിഞ്ഞ NTPCയുടെ ഇപ്പോൾ കീയോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു 60+ ഒക്കെ നിങ്ങൾക്ക് സ്കോർ ഉണ്ടെങ്കിൽ നോർമലൈസേഷനൊക്കെ കഴിയുമ്പോൾ നമ്മൾ ടയർ 2ലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ്. കൃത്യമായൊരു കട്ട് ഓഫ് എനിക്ക് ഇപ്പോഴും പറയാൻ, കൃത്യമായൊരു നമ്പറായിട്ട് എനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ 60-ന് മുകളിലേക്ക് സേഫാണ്. 65-ന് മുകളിലേക്കൊക്കെ നമുക്ക് ഡീസൻ്റ് ആയിട്ട് പറയാം. 70-ഉം 75-ഉം 80-ഉം ഒക്കെ മേടിച്ച കുട്ടികളുണ്ട്. എന്നാലും മെജോറിറ്റിയും 60-നും 70-നും ഇടയ്ക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു CB2 ബാച്ച്, യെസ്, ടയർ 2 എന്ന് പറയില്ലേ, ആ ടയർ 2ന്റെ ബാച്ച് അതും സൈലം ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വരുന്ന ഫീസ് എന്ന് പറയുന്നത് 2500 രൂപയാണ്. യെസ്, ഈ സെയിം ടീം തന്നെയായിരിക്കും നിങ്ങളെ പഠിപ്പിക്കുന്നത്.
അപ്പോൾ നിങ്ങൾ CBT2 മാത്രമാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇല്ല, കംപ്ലീറ്റ് ആയിട്ട് ഒരു NTPC പരീക്ഷയാണ് നോക്കുന്നെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. രണ്ട് കാര്യത്തിന് ഒന്നും വേണ്ട, സൈലം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, അതിൽ നിങ്ങളുടെ കാറ്റഗറി RRB എന്നാക്കുക, അതിൽ ഈ കാണുന്ന ബാച്ച് കാണും ന്യൂ ബാച്ചസിൽ, അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കേട്ടോ? ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ ലേറ്റർ ഗുപ്താസിനെ പറ്റി പറഞ്ഞു, നമ്മൾ പുഷ്യഭൂതിസിനെ പറ്റി പറഞ്ഞു. അടുത്തതാണ് നമ്മൾ കാണുന്ന മൗക്കാരീസ് ഓഫ് കനൗജ്, കനൗജിലെ മൗക്കാരീസ്. അപ്പൊ കനൗജ് കന്യാകുബ്ജം ഹർഷന്റെ കീഴിലേക്ക് വന്നപ്പോൾ ഇവർ പതുക്കെ പതുക്കെ ഇല്ലാതെയാവരാണ്. അപ്പൊ മൗക്കാരീസിനെ പറ്റി നമുക്ക് നോക്കാം. മൗഖാരി ഡൈനാസ്റ്റി ഗംഗ യമുന ഭാഗത്ത് 6-ാം നൂറ്റാണ്ടിൽ ഗുപ്തന്മാരുടെ കാലഘട്ടത്തിന് ശേഷം വന്നവരാണ് ഇവര്. അപ്പൊ ഇവരാരായിരുന്നു? ഇവര് ഗുപ്തന്മാരുടെ വാസൽസ് ആയിരുന്നു എന്ന് പറയുമ്പോൾ ഗുപ്തന്മാരുടെ സബോർഡിനേറ്റ് ആയിരുന്നു, സാമന്തന്മാരായിരുന്നു. പിൽക്കാലത്ത് ഹർഷവർദ്ധനന്റെ കീഴിലേക്ക് വന്നു. ഏതായിരുന്നു ഇവരുടെ ക്യാപിറ്റൽ? ഫസ്റ്റ് PYQ, മൗക്കാരീസിന്റെ ക്യാപിറ്റൽ ആയിരുന്നു കന്യാകുബ്ജം അല്ലെങ്കിൽ കനൗജ്. ഇവരുടെ കോമൺ ലാംഗ്വേജ് ആയിരുന്നു സംസ്കൃതം. അപ്പൊ മറ്റൊരു ചോദ്യത്തിന് ഉത്തരം കൂടെ ഞാൻ പറയാണ്. സംസ്കൃത ഭാഷ പ്രാകൃത ഭാഷയിലെ പാലി ഭാഷയ്ക്കൊക്കെ ആയിരുന്നു നമുക്കറിയാം മഗധ കാലഘട്ടത്തിൽ പ്രാധാന്യം കിട്ടിക്കൊണ്ടിരുന്നത്, പ്രത്യേകിച്ച് അശോക രാജാവിന്റെ കാലഘട്ടത്തിൽ. അതിൽ നിന്ന് മാറി സംസ്കൃതം റിവൈവ് ചെയ്യപ്പെടുന്നു, സംസ്കൃതം അതിന്റെ പീക്കിലേക്ക് എത്തുന്നത് ഗുപ്തന്മാരുടെ കാലഘട്ടത്തിലാണ്. അപ്പൊ അതേ സംസ്കൃതമായിരുന്നു ഇവരുടെ ഒഫീഷ്യൽ ഭാഷ. ഇവരുടെ റിലീജിയൻ ഹിന്ദുയിസം ആൻഡ് ബുദ്ധിസം രണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. മേജർ റൂളേഴ്സിനെ പറ്റി, മൈനർ റൂളേഴ്സിനെ പറ്റി ഇപ്രാവശ്യം NTPCക്ക് ചോദിച്ചിട്ടുണ്ട്. അത്രയൊന്നും പഠിക്കാനായിട്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടില്ല. മനസ്സിലാക്കുക, ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൂളറാണ് ഹരിവർമ്മൻ. ഹി വാസ് ദ ഫൗണ്ടർ. ഹരിവർമ്മൻ, അവന്തിവർമ്മൻ, ഇവരൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട റൂളർ. അപ്പൊ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇവരുടെ ക്യാപിറ്റൽ ഓർത്തിരിക്കുക. കനൗജ് ഗുപ്തന്മാർക്ക് ശേഷം വന്നു, ഹർഷന് കീഴിലേക്ക് പോയി. സംസ്കൃതമായിരുന്നു ഒഫീഷ്യൽ ഭാഷ. ഹിന്ദുമതവും ബുദ്ധമതവും അക്കാലത്ത് കാണാൻ സാധിക്കുമായിരുന്നു. ഇവരുടെ ക്യാപിറ്റൽ ആയിരുന്നു കന്യാകുബ്ജം. കേട്ടോ? കന്യാകുബ്ജം അല്ലെങ്കിൽ ഇന്നത്തെ കനൗജ്. യെസ്. അപ്പൊ ഇത്രയും ഭാഗം എന്ന് പറയുന്നത് ഗംഗ യമുന ഭാഗത്തുള്ളവരാണ്. കുറച്ച് മാറി ഇന്നത്തെ ഗുജറാത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഗുജറാത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് വല്ലഭി. വല്ലഭി യൂണിവേഴ്സിറ്റി ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. വല്ലഭി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഈ നളന്ദ പോലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഏൻഷ്യന്റ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ വല്ലഭി യൂണിവേഴ്സിറ്റിയെ പറ്റി എന്തെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. വല്ലഭിയെ പറ്റി നമ്മൾ ജൈനമതത്തിലും പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ജൈന കൗൺസിൽ നടന്ന സ്ഥലം എന്നൊക്കെ ഉള്ള പേരിൽ. അല്ലെങ്കിൽ വർദ്ധമാന മഹാവീരന്റെ ടീച്ചിങ്സ് ഒക്കെ ഇപ്പോഴും പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുള്ള ജൈൻ ഷ്രൈൻസ് ഉള്ള, ജൈന ആരാധനാലയങ്ങളുള്ള ജൈനുകളുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് വല്ലഭി. സൗത്ത് ഇന്ത്യയിലെ ശ്രാവണബെലഗോള പോലെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് വല്ലഭി. ആ വല്ലഭിയിൽ വളർന്നു വന്ന ഒരു കിങ്ഡം ഉണ്ട്, അതാണ് കിങ്ഡം ഓഫ് വല്ലഭി. അപ്പൊ ഇന്നത്തെ ഗുജറാത്ത് ഭാഗത്താണ് കേട്ടോ, ഇന്നത്തെ ഗുജറാത്ത് ഭാഗം. വെസ്റ്റേൺ ഇന്ത്യയിൽ വളർന്നു വന്ന, ഗുപ്തന്മാർക്ക് ശേഷം വളർന്നു വന്ന വല്ലഭി. അപ്പൊ കുറച്ചൊക്കെ അത് ഹർഷന്റെ ഇൻഫ്ലുവൻസിലേക്ക് വന്നു, എന്നാലും കൈൻഡ് ഓഫ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്നു. കാരണം 647 ഹർഷൻ ഇല്ലാതെയായി, ഇവർ വീണ്ടും സർവൈവ് ചെയ്തു. ഇവരുടെ ഫൗണ്ടറിനെ ചോദിച്ചിട്ടുണ്ട്, നോട്ട് ചെയ്യുക. ഭട്ടാരക. ആരായിരുന്നു ഭട്ടാരക? ഗുപ്തരാജാവിന്റെ ഒരു മിലിറ്ററി ജനറലായിരുന്നു. രാജ്യം വീക്കാവുമ്പോഴത്തേക്കും ഇൻഡിപെൻഡന്റ് ആകില്ലേ? 1707 ഔറംഗസേബിന്റെ മരണത്തിന് ശേഷം ഹൈദരാബാദും അവധും ബംഗാളും കൈൻഡ് ഓഫ് ഇൻഡിപെൻഡന്റ് ആയതുപോലെ ഗുപ്തന്മാർക്ക് ശേഷം ഭട്ടാരക ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു രാജവംശം തുടങ്ങുന്നു. അങ്ങനെ വല്ലഭി ഭരിച്ചിരുന്ന ആ രാജവംശത്തിന്റെ പേരാണ് മൈത്രക ഡൈനാസ്റ്റി. സോ മൈത്രക എന്ന് പറയുന്നത് രാജവംശത്തിന്റെ പേരും വല്ലഭി എന്ന് പറയുന്നത് പ്രദേശത്തിന്റെ പേരുമാണ്. മഗധ എന്ന് പറയുന്നത് പ്രദേശത്തിന്റെ പേരും, അത് ഭരിച്ചിരുന്ന ഹർഷനാണ് മൗഷികൻ എന്നൊരു കോഡില്ലേ, ഹരിയങ്കയിൽ തുടങ്ങി കൻവയിൽ അവസാനിക്കുന്ന, അത് രാജവംശത്തിന്റെ പേരും അല്ലേ? അതേപോലെ അപ്പൊ മൈത്രകയുടെ ക്യാപിറ്റൽ ഏതായിരുന്നു? യാതൊരു സംശയം വേണ്ട, വല്ലഭി. കോമൺ ലാംഗ്വേജ് സംസ്കൃതവും പിന്നെ സാധാരണക്കാരുടെ ഭാഷ പ്രാകൃതം. ഈ പ്രാകൃതത്തിലാണ് പാലി ഭാഷയൊക്കെ വരുന്നത്. യെസ്. ഇവരുടെ ഫൗണ്ടറിന്റെ പേര് നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. ഇവിടെ പോയി ഭട്ടാരക. യെസ്. റിലീജിയൻ ഹിന്ദുയിസമാണ്, എടുത്തു പറഞ്ഞാൽ ശൈവിസം. ഇവരെ പറ്റി ചോദിച്ചിട്ടുള്ള മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഹു എസ്റ്റാബ്ലിഷ്ഡ് വല്ലഭി യൂണിവേഴ്സിറ്റി? ബുദ്ധമതത്തിലെ എടുത്തു പറഞ്ഞാൽ ഓർത്തഡോക്സ് സ്കൂളായിട്ടുള്ള ഹിനയാന ബുദ്ധമതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഇന്ത്യയിലെ കേന്ദ്രമായിരുന്നു വല്ലഭി യൂണിവേഴ്സിറ്റി. ഈ വല്ലഭി യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ഇവരുടെ ഫൗണ്ടർ ആയിട്ടുള്ള ഭട്ടാരകയുടെ കാലഘട്ടത്തിലാണ്. യെസ്. ശിലാദിത്യ, ബാലാദിത്യ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുണ്ട്. ഇപ്രാവശ്യം NTPC എനിക്ക് വന്ന് ബാലാദിത്യയെ പറ്റി ചോദിച്ചു. അത്രയൊന്നും ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല, പഠിക്കേണ്ട കാര്യമില്ല. ഏതായാലും ആ ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, NTPCയുടെ പ്രധാനപ്പെട്ട GKയുടെ ചോദ്യങ്ങൾ. പക്ഷെ അത്രയൊന്നും ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾ പഠിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടില്ല. കാരണം റാൻഡമായിട്ട് വരുന്ന 1-2 ചോദ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. ഇപ്പോഴും നമ്മളോട് കോർ ഏരിയയിൽ നിന്ന് തന്നെയാണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് കിങ്ഡം ഓഫ് വല്ലഭി. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള
ഈ ഡൈനാസ്റ്റികളെ പറ്റി, ഇപ്പോൾ ചോദിക്കുന്ന ഈ ഡൈനാസ്റ്റികളെ പറ്റി അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം, നിങ്ങൾക്ക് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താം. വേറെ ഏതെങ്കിലും ഒരു ഏരിയയിൽ നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും പറയുക, അതും ചെയ്യാം. അപ്പോൾ ഒന്നേ പറയാനുള്ളൂ, ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ചോദ്യങ്ങൾ ടെൻഷനാക്കാതെ ജനറലായിട്ടുള്ള ഏരിയാസ് നല്ലപോലെ പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കണം. ആരോഗ്യമൊക്കെ നോക്കണം, മഴയൊക്കെയാണ്. അപ്പോൾ പനി പോലുള്ള സാധനങ്ങളൊന്നും കുടുങ്ങരുത്, കാരണം പണ്ടത്തെ പോലെയല്ല, വന്നാൽ പോവില്ല. അതുകൊണ്ടാണ് ഉഷാറായിട്ട് പഠിക്കണം, അടിപൊളിയായിട്ട് പഠിക്കണം. എന്ത് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറയുക. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഡിമാൻഡ് ചെയ്യുന്ന പരീക്ഷ പെർസ്പെക്റ്റീവിൽ നിന്ന് റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യും. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.